നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെയായി 13ാമത്തെ ദിവസം നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കഴിഞ്ഞ 12 ദിവസങ്ങളിലും ചിന്തിച്ചു വന്ന ഭാഗം നെഹമ്യാവിന്റെ പുസ്തകമാണ്. യഹോവ ആശ്വസിപ്പിക്കുന്നു എന്നാണ് നെഹമ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം. കഴിഞ്ഞ ദിവസങ്ങളിൽ 1, 2, 3, 4 അധ്യായങ്ങൾ നമ്മൾ തുടർമാനമായി കേട്ടുവരികയായിരുന്നു. 1-ാം അധ്യായത്തിൽ പാനപാത്ര വാഹകനായ നെഹമ്യാവ് ഏറ്റവും വിശ്വസ്തനായ ഒരുവനെ മാത്രം കൊടുക്കുന്ന ഒരു പദവിയാണ് പാനപാത്രവാഹകൻ എന്ന്. രാജാവിന് വീഞ്ഞിൽ വിഷം കലർത്തി കൊടുത്ത് നിഷ്പ്രയാസം വധിക്കുവാൻ ഒരു പാനപാത്രവാഹകന് സാധിക്കും. എന്നാൽ രാജാവ് നൽകുന്ന വീഞ്ഞിന് വിഷം കലർത്തിയിട്ടില്ല എന്ന് തെളിയിക്കാനായി അവയിൽ ഒരംശം പാനപാത്രവാഹകൻ അദ്ദേഹം തന്റെ കയ്യിൽ ഒഴിച്ച് രാജാവിന്റെ മുമ്പിൽ വെച്ച് കുടിച്ചതിന് ശേഷം മാത്രം രാജാവിന് നൽകുക എന്നുള്ളതായിരുന്നു ഒരു കീഴ്വഴക്കം. ഈ അമൂല്യമായ പദവി ലഭിച്ചതിൽ നിന്ന് നെഹമ്യാവിനെ കുറിച്ച് എന്തുമാത്രം വിശ്വസ്തനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഉന്നത പദവിയിൽ ഇരിക്കുമ്പോഴും വിശ്വസ്തനായിരിക്കാം എന്നാണ് എന്ന് ഉള്ള ഒരു ചിന്ത പലർക്കും ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ദൈവസഭയിലാണെങ്കിലും എവിടെയാണെങ്കിലും വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. താൻ 4 മാസമായി ആത്മാർത്ഥമായി 11 പ്രാവശ്യം ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി യെരുശലേമിന്റെ മതിൽ പണിയുവാനുള്ള തന്റെ അഭ്യർത്ഥന രാജാവ് അനുവദിച്ചു എന്ന് മാത്രമല്ല, യെരുശലേമിലെ ഗവർണറായിട്ട് കൂടെ നെഹമ്യാവിനെ നിയമിക്കുകയും ചെയ്തു. കിട്ടിയ ആ നിയോഗം മതിൽ പണിയുവാനുള്ള സാധന സാമഗ്രികൾ രാജാവിന്റെ കൽപ്പന പ്രകാരം നെഹമ്യാവിന് ലഭിച്ച് യെരുശലേമിലേക്ക് സൈനിക അകമ്പടിയോടുകൂടെ മടങ്ങി വരികയാണ്. പണിയുവാനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. താൻ പണി ആരംഭിക്കുന്നതിന് മുമ്പ് തകർന്നു പോയ മതിൽ പുതുക്കി പണിയുക എന്നത് ശ്രമകരമാണ്, അത്യധ്വാനം നിറഞ്ഞതാണ്. അങ്ങനെ ഒരു പണിയാണ് താൻ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് താൻ ചെയ്ത് തീർക്കേണ്ട പണി എത്രമാത്രം ഉണ്ടെന്ന് നെഹമ്യാവ് രഹസ്യമായിട്ട് പോയി മനസ്സിലാക്കുകയും യഹൂദ നേതാക്കന്മാരെ കൂട്ടിവരുത്തി യെരുശലേമിന്റെ മതിൽ പണിയുവാൻ വേണ്ട പ്രോത്സാഹനം അവർക്ക് കൊടുക്കുകയും അവരോട് നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഐക്യമത്യം മഹാബലം എന്ന് പറയുന്നത് പോലെ, യൂണിറ്റി സ്ട്രെങ്ത് എന്ന് പറയുന്നത് പോലെ അവരെ എല്ലാവരെയും ആ നല്ല പണിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തുകയും ആ പണി ഐക്യതയോടുകൂടി ചെയ്യുവാൻ ഏർപ്പാടാക്കുകയും തീരുമാനിക്കുകയും ഒക്കെ ചെയ്തിട്ട് 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ 2 വാക്കുകളിലേക്ക് വരുമ്പോൾ ശത്രുക്കളുടെ എതിർപ്പ് അവിടെ തുടങ്ങുകയാണ്. അങ്ങനെ ശത്രുവിന്റെ എതിർപ്പ് ആരംഭിക്കുന്ന സമയത്ത് എതിർക്കാൻ വന്നവരോട് വളരെ പ്രസക്തമായ ഒരു ഭാഗം അവിടെ പറയുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റു പണിയും. നിങ്ങൾക്കോ യെരുശലേമിൽ ഓഹരിയോ അവകാശമോ സ്മാരകമോ ഒന്നും ഉണ്ടാകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ 2-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുമ്പോൾ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ പ്രസക്തമായ വിഷയം അങ്ങനെ തന്നെയാണ്. അങ്ങനെ അവർ പണി ആരംഭിക്കുന്നു. അറ്റകുറ്റപ്പണി തീർത്ത 10 വാതിലുകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരുടെയും സഭാ ജീവിതത്തിലും ആത്മീക ജീവിതത്തിലും പുനരുദ്ധരിക്കപ്പെടേണ്ട 10 കാര്യങ്ങളോട് ഈ 10 വാതിലുകളെ ഉപമിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയും. അതിൽ 1-ാമത്തെ വാതിലിനെ കുറിച്ച് പറയുന്നത് ആട്ടിൻ വാതിലാണ്, 2-ാമത് മീൻവാതിൽ, 3-ാമത് പഴയ വാതിൽ, 4-ാമത് താഴ്വര വാതിൽ, പിന്നെ 5-ാമത് കുപ്പവാതിൽ, ഉറവുവാതിൽ, നീർവാതിൽ, കുതിരവാതിൽ, കിഴക്കേ വാതിൽ, വാതിൽ. അപ്പം ഇങ്ങനെ വാതിലുകളുടെ പേരും പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ അവസാനത്തെ വാതിൽ ഹമ്മിഫക്കാദ് വാതിലിന് മുൻപിൽ വെച്ചാണ് ന്യായാധിപന്മാർ കേസുകളും തർക്കങ്ങളും ഒക്കെ കേട്ട് തീരുമാനങ്ങളൊക്കെ ആക്കി തീർപ്പ് കൽപ്പിച്ചു പോകുന്നത്. ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ആക്ഷരികമായി സംഭവിക്കാൻ പോകുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം
അതിന്റെ മൂന്നാം അധ്യായം 12-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ പറയുന്നത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ഈ അടിസ്ഥാനത്തിന്റെ മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് പണിയുന്നുവെങ്കിൽ അവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിന് തെളിവാകും. അത് വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെയും പ്രവൃത്തി ഇന്നതെന്ന തീ തന്നെ ശോധന ചെയ്യും. ഒരുവൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായം 10-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നന്മയാകിലും തിന്മയാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ ചെന്ന് നിൽക്കേണ്ടുന്നവരാണ്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഈ ദൈവത്തിന്റെ മുൻപാകെ പരിശോധിക്കപ്പെടും എന്നുള്ള ഒരു ചിന്തയിലായിരിക്കണം എന്റെയും നിങ്ങളുടെയും ഒക്കെ ആത്മീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ. പരിശോധിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ തർക്കങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് കൊണ്ടുപോകാം. എല്ലാം ശാന്തമാക്കുന്ന, അവിടെ തീരാത്തതായിട്ട് ഒന്നും ഉണ്ടാകരുത്. ഇന്ന് സഭയിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ഭവനങ്ങളിലാണെങ്കിലും നമ്മൾ ഇടപെടുന്ന ഏത് സാഹചര്യത്തിലാണ് എന്റെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് അവിടെ തീർപ്പാക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. തുടർന്ന് 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മതിൽ പണിയുന്നതിലുണ്ടാകുന്ന എതിർപ്പുകളെ കുറിച്ച് 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ 12 ദിവസങ്ങളിലായി നമ്മൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ആയിരിക്കുമ്പോൾ കഴിഞ്ഞ 8 ദിവസങ്ങളിലും വിവിധ കർത്തൃദാസന്മാർ ഈ ഭാഗങ്ങളെ കുറിച്ചെല്ലാം വളരെ വിശദമായി ഡീറ്റെയിൽ ആയി പല ഡയമെൻഷനിൽ നിന്നുകൊണ്ട് നമുക്കിതെല്ലാം പറഞ്ഞു മനസ്സിലാക്കി തരുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മളും മനസ്സിലാക്കി നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഒന്ന് താരതമ്യപ്പെടുത്തി വേണ്ടുന്ന തിരുത്തലുകളൊക്കെ വരുത്തി ക്രമീകരിച്ചുകൊണ്ട് നമ്മൾ പോകുന്ന ഒരു സമയമാണ്. അപ്പൊ 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 4-ാം അധ്യായത്തിൽ മതിൽ പണിയുന്നതിൽ ഉണ്ടാകുന്ന എതിർപ്പുകളെ കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. യെരുശലേമിന് ചുറ്റുമുള്ള മതിൽ പണിയുവാൻ ആരംഭിക്കുമ്പോൾ തന്നെ എതിർപ്പുകൾ തുടങ്ങി. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മളൊന്ന് തട്ടിച്ചു നോക്കിയാൽ എവിടെയെല്ലാം ദൈവസഭ പണിയുവാൻ ആഗ്രഹിക്കുന്നു, ദൈവ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, അവിടെയെല്ലാം ദൈവസഭകൾക്കും ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും എതിർപ്പുകൾ ഉണ്ടാകുന്നതായി നമ്മൾ കാണുവാനിടയാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കാണുമ്പോൾ ഈ നമ്മുടേതായ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചു തുടങ്ങുമ്പോൾ അവിടെയെല്ലാം എതിർപ്പുകൾ കണ്ട് പലരും ഇന്ന് പിന്മാറിപ്പോകുമ്പോൾ പിന്മാറുവാനല്ല ഈ ഭാഗത്ത് ദൈവവചനം നമ്മളോട് സ്പഷ്ടമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമ്മളോട് എതിർത്തു വരുന്നവർ എങ്ങനെയുള്ളവരാണെന്ന് സത്യവേദ പുസ്തകം വചനം നമ്മെ വ്യക്തമായി സ്പഷ്ടമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വ്യക്തമായി നമ്മൾ അത് പരിശോധിച്ച് നോക്കിയാൽ 4 പേരുടെ പേരാണ് അവിടെ ഉള്ളത്. ഒന്ന് സൻബല്ലത്ത്. സൻബല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ ചതിക്കുന്നവനാണ്. തുടർന്നുള്ള അധ്യായങ്ങളിലൊക്കെ നമുക്കത് കാണുവാൻ കഴിയും. ചതിക്കുന്നവനാണ്, അവൻ വൈരിയായവനാണ്. 2 തോബിയാവ്. തോബിയാവ് എന്ന് പറയുന്നവൻ പരിഹസിക്കുന്നവനാണ്. ആ പരിഹാസിയായ തോബിയാവ്. അടുത്ത 3-ാമത്തെ ആളെ കുറിച്ച് പറയുന്നത് ഗോശേം. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് സംസാരിച്ചു വീഴ്ത്താൻ കഴിയുന്നവനാണ്, അല്ലെങ്കിൽ ഒരു വായാടിയായവനാണ്. 4-ാമത് ഒരാളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, അതൊരു പ്രവാചകി കൂടിയാണ്, നവോദ്യ. ഭയങ്കരിയാണെന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്നാണ് മതില് പണി തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. ഇന്നും നമ്മുടെ കൂട്ടത്തിൽ ഇതുപോലുള്ള ആളുകളില്ലേ എന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. പരിഹസിക്കുന്നവരുണ്ട്, സംസാരിച്ച് വീഴ്ത്താൻ കഴിവുള്ളവരുണ്ട്, ചതിക്കുന്നവരുണ്ട്, പ്രവാചകന്മാരായിട്ട് അഹങ്കാരികളായിട്ട് ഭയങ്കരമായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിന് നടുവിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ അതിനേക്കാൾ എല്ലാം ഉപരിയായി ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് എല്ലാം വൺമാൻ ഷോ കളികളാണ്. ഒറ്റക്കെട്ടായി നിൽക്കണമെന്നൊന്നും ഒരു താല്പര്യമില്ലാത്ത ആളുകളാണ്. എനിക്ക് മാത്രം, അല്ലെങ്കിൽ എന്റേത് മാത്രം. നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. വളരെ വ്യക്തമായി നമുക്ക് ഇന്ന് രാത്രിയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കൂട്ടായ്മ അല്ലെങ്കിൽ കൂട്ടത്തോടെ നിൽക്കാൻ നമുക്ക് പലർക്കും ഇന്ന് താല്പര്യമില്ല. എന്നാൽ ഇങ്ങനെ നിൽക്കുന്നവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് അവരുടെ വലിയൊരു നാശത്തിലേക്ക് പോകുന്ന ഒരു അനുഭവമാണ്. അത് പലരും ആ സമയത്ത് എന്ത് ചെയ്യുന്നില്ല, തിരിച്ചറിയുന്നില്ല. എന്നാൽ യഥാർത്ഥമായി ദൈവശബ്ദം കേട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണെങ്കിൽ
ഒരിക്കലും ഈ വിധ പ്രവർത്തനങ്ങൾക്കോ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിലോ നമ്മൾ ഉൾപ്പെടുവാൻ ഇടയാകരുതെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുക. നമുക്ക് പല പ്രലോഭനങ്ങൾ വരും, പല വിഷയങ്ങൾ വരും, പല സാഹചര്യങ്ങൾ വരും. എന്നാൽ ഇതെല്ലാം തിരിച്ചറിയുവാനുള്ള ഒരു ഉൾക്കണ്ണ് ഇന്ന് രാത്രിയിൽ നമുക്ക് തുറന്നേ മതിയാകും. അതിനുവേണ്ടി ആകട്ടെ ഈ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ. സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായിട്ട് അവിടെ മുൻപോട്ട് പോകുമ്പോൾ ഇവിടെ നെഹമ്യാവും യഹൂദ ജനവും നിരാശരാകുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അവരൊരിക്കലും നിരാശരാകുന്നില്ല. കാര്യം, നിരാശപ്പെടാത്തതിന്റെ കാര്യം ഒറ്റ കാര്യമേ ഉള്ളൂ. അവര് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ പ്രവർത്തിക്കുവാൻ താല്പര്യപ്പെട്ട് വന്നതാണ്. അവരൊരിക്കലും നിരാശപ്പെടുന്നില്ല. ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവര് നിരാശപ്പെടാതെ ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഈ എതിർകക്ഷികൾ ഒരു സ്റ്റേറ്റ്മെന്റ് അടിക്കുകയാണ്. എന്താ സ്റ്റേറ്റ്മെന്റ് എന്നറിയാവോ? ചണ്ടിക്കുമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിക്കുമോ എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റിന് അവർ ഉത്തരം പറഞ്ഞെങ്ങനെയാണ്, എന്നാൽ ചണ്ടിക്കൂമ്പാരങ്ങളിൽ അവർക്ക് ആവശ്യമായ കല്ലുകൾ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ ആത്മീയ അർത്ഥം തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്? അതുപയോഗിച്ച് തന്നെയാണ് അവര് പണി നടത്തിയത്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോരോ പ്രതിസന്ധികളിലൂടെയാണ് ഞാനും നിങ്ങളും ഒക്കെ കടന്നുപോയിട്ടുള്ളത്. അങ്ങനെ കടന്നു പോകാത്തവരായിട്ട് ആരുമില്ല. എന്നാൽ ഇന്ന് ചിന്തിച്ചു നോക്കുക, അന്ന് പരിഹസിച്ചവരുടെ മുമ്പിൽ, നിന്ദിച്ചവരുടെ മുമ്പിൽ, അപമാനിച്ചവരുടെ മുമ്പിൽ നിങ്ങളെ കർത്താവ് ഇന്നൊരു മാന്യപാത്രമാക്കിയിട്ട് നിർത്തിയിട്ടില്ലേ? ആ നിർത്തിയ ദയോർത്ത്, കൃപയോർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. തീർന്നു പോയെന്ന് പറഞ്ഞില്ലേ പലരും? തകർന്നു പോയെന്ന് പറഞ്ഞില്ലേ? നശിച്ചു പോയെന്ന് പറഞ്ഞില്ലേ? ഇവരുടെയൊക്കെ മുമ്പിൽ ലജ്ജിക്കാതെ, ലജ്ജ കൂടാതെ, നിരാശപ്പെട്ടു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് നിന്നതുകൊണ്ട് ആ ദൈവത്തിനൊരു വലിയ സാക്ഷികളായിട്ട് എനിക്കും നിങ്ങൾക്കും നിൽക്കുവാൻ ദൈവം കൃപ തന്നതോർത്ത് ഞാൻ ഇന്ന് രാത്രിയിൽ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്ന. അതിന്റെ അടുത്ത വാക്യം പറയുന്നത് എങ്ങനെയാണ്? ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. ഇന്ന് രാത്രിയിൽ ലജ്ജിക്കാതെ നിൽപ്പാൻ തന്ന ദൈവത്തിന് വലിയ മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ക്രിസ്തു ജീവനുള്ള കല്ലാണ്. അവന്റെ മക്കളായ ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും ജീവനുള്ള കല്ലുകളാണ്. ദൈവസഭ എന്ന് പറയുന്നത് ഒരു ആത്മീക സൗധമാണ്. ഈ പണി ക്രിസ്തു യഹൂദനിലും വിജാതീയനിലും ഒന്നിച്ചു ചേർക്കുന്ന മൂലക്കല്ലും അടിസ്ഥാന പാറയുമാണ് നമ്മുടെ ക്രിസ്തു. അപ്പോസ്തലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്. അവര് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഒക്കെ ക്രിസ്തു ആകുന്ന പാറമേൽ പണിയപ്പെടുന്ന അടിസ്ഥാന കല്ലുകളാണ്. വിശ്വാസികളായ ഞാനും നിങ്ങളും അതിന്റെ മേലോട്ട് പണിയുന്ന ജീവനുള്ള കല്ലുകളാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം അർത്ഥസമ്പുഷ്ടമായി മാറും എന്ന ഒരു സംശയമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമൂഹമാണ്, ഇങ്ങനെയുള്ളവരാണ് ആത്മീയ യാഗം കഴിക്കുന്ന വിശുദ്ധ പുരോഹിത വർഗം എന്ന് പറയുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൂലക്കല്ലായവൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അവൻ യഹൂദനെയും വിജാതീയനെയും ഒക്കെ യോജിപ്പിച്ച മൂലക്കല്ല് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തുവാണ്. അപ്പൊ യഹൂദ ഗോത്രത്തിൽ ജനിച്ചു എന്നതിൽ തികഞ്ഞ യഹൂദനാണെങ്കിലും യേശുക്രിസ്തുവിന്റെ വംശാവലിയൊക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ വിജാതിയിൽപ്പെട്ട 2 സ്ത്രീകൾ, അവരുടെ പേരുകൾ കൂടി അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. അപ്പം വിജാതീയരുമായിട്ടുള്ള ബന്ധം നമുക്ക് അതിൽ കാണുവാൻ കഴിയും. അപ്പൊ ക്രിസ്തുവിന്റെ ശുശ്രൂഷയിലും ആ ദൈവം സ്ഥാപിച്ച സഭയിലും യഹൂദനും വിജാതീയനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? കാണുവാൻ പറ്റും. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, എന്റെ പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നമ്മൾ ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്ന വിശ്വാസികളായ നമ്മൾ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണെന്നുള്ള ഉത്തമ ബോധ്യം ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ അത് വന്നേ പറ്റൂ. നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണ്. പലപ്പോഴും ഈ ബോധ്യം നമ്മളിൽ ഇല്ലാതാകുന്ന സാഹചര്യങ്ങൾ പലയിടത്തും കാണാറുണ്ട്. എന്നാൽ അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള മാറ്റത്തെയാണ് അവിടെ നമുക്ക് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് എന്ന് പറയുന്നത്. അപ്പം അവിടെ സ്ഥലം മാറി, അല്ലെങ്കിൽ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കുള്ള ഒരു സ്ഥലമാറ്റമായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. വിശ്വാസികളായ ഞാനും നിങ്ങളും ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നവരായിരിക്കണം.
അങ്ങനെയുള്ളവർക്ക് 4 വിധ യോഗ്യതകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആ വേദഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: അവർ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. 2, രാജകീയ പുരോഹിത വർഗമാണ്. 3, വിശുദ്ധ വംശമാണ്. 4, സ്വന്ത ജനമാണ്. നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ ദുഷ്പ്രവർത്തിക്കാരെ കുറിച്ച് അവിടെ പറഞ്ഞത്, പരിഹാസികളെ കുറിച്ചാണ് പറഞ്ഞത്, അവിടെ പണിമുടക്കുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നും പണിമുടക്കുന്ന ആളുകളുണ്ടല്ലോ, ദുഷ്പ്രവർത്തിക്കാർ, ആ പരിഹാസികൾ. അവർ നേരത്തെ പറഞ്ഞ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ്. ദൈവജനത്തെ ദുഷിക്കുന്നവർ, ദൈവജനത്തെ, ദൈവമക്കളെ ഉപദ്രവിക്കുന്നവർ, ദൈവമക്കളെ പീഡിപ്പിക്കുന്നവർ, അവരുടെ ദുഷ്ടത പ്രവർത്തിക്കുന്നവർ എന്ന് വിളിക്കുമ്പോൾ തന്നെ അവരെല്ലാം സമൂഹത്തിൽ ദുഷിക്കപ്പെട്ട അല്ലെങ്കിൽ ദുഷിക്കപ്പെടുക തന്നെ ചെയ്യുന്ന ആളുകളാണ്. ഒരുപക്ഷെ ദുഷ്ടത പ്രവർത്തിക്കുന്ന സമയത്ത് അവരത് തിരിച്ചറിയുന്നില്ല എങ്കിലും അവരുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ മാറി നിൽക്കുന്ന കുറെ ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറി നിൽക്കുന്ന ആളുകളെ കാണുവാൻ കഴിയും. അപ്പം ദുഷ്ടത പ്രവർത്തിക്കുന്നവർ, ദുഷ്പ്രവർത്തിക്കാർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ ക്രിമിനൽ കുറ്റവാളികളാണ്. അതിന്റെ വാച്യ അർത്ഥം അങ്ങനെയാണ്, ക്രിമിനൽ കുറ്റവാളികളാണ് ഈ ദുഷ്പ്രവർത്തിക്കാർ എന്ന് പറയുന്നത്. അപ്പൊ വിജാതീയർ എന്ന് പറയുന്നവർ ക്രിസ്ത്യാനികൾക്ക് മേൽ പല കുറ്റങ്ങളും ചുമത്തിയിരുന്ന ആളുകളാണ്. എന്നാൽ വിശ്വാസികളായ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് സൽപ്രവർത്തികൾ ചെയ്യുന്നവരായിരിക്കണമെന്ന് അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഒരു കൂട്ടം ആളുകൾ എതിർപ്പുകളുമായി പണിമുടക്കി നിൽക്കുമ്പോൾ നെഹമ്യാവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബുദ്ധിമുട്ടും പണിയിലുള്ളതായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നില്ല. കാരണം നെഹമ്യാവ് പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുമിച്ച് സംയോജിപ്പിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നെഹമ്യാവ് ആവശ്യമുള്ളിടത്തെല്ലാം കാവൽക്കാരെ ആക്കുന്നതായിട്ട് നമുക്ക് 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മീയത്വവും സൈനികത്വവും സൈനികമായ തന്ത്രങ്ങളും തടസ്സം കൂടാതെ യോജിപ്പിച്ചു കൊണ്ടുപോകുവാൻ നെഹമ്യാവിന് കഴിഞ്ഞു. അതൊരു വല്ലാത്ത കഴിവ് തന്നെയാണ്. ഇന്ന് നമ്മളിൽ പലർക്കും കഴിയാത്തൊരു കാര്യമാണ്. ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നില്ല, പ്രവർത്തിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നില്ല. ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും അതെല്ലാം ഇട്ടിട്ട് ഓടുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഇല്ല, ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഓർത്തോണം, നമുക്ക് ജയം നൽകുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ, പ്രാർത്ഥനയും പ്രവർത്തനവും ഒക്കെ സംയോജിപ്പിച്ചു കൊണ്ടുപോകുവാൻ നെഹമ്യാവിന് കഴിഞ്ഞെങ്കിൽ അവിടെ നെഹമ്യാവ് പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ജനത്തോടും പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ അവരെ പേടിക്കേണ്ട, വലിയവനും ഭയങ്കരമായ കർത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരങ്ങൾക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി പൊരുതുവീൻ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യം കർത്താവിനെ ഓർത്തുകൊണ്ട്, അഥവാ പ്രാർത്ഥനാപൂർവമായി പോരാടുവാനാണ് നെഹമ്യാവ് അവിടെ ആഹ്വാനം ചെയ്യുന്നത്. യുദ്ധസന്നദ്ധരായിട്ട് അവർ മതിൽ പണി തുടരുകയാണ്. ഒരു കൂട്ടം സൈന്യത്തെ, ഒരു കൂട്ടം ആളുകളെ കാവൽ നിർത്തിക്കൊണ്ട് അവിടെ ചെയ്യുകയാണ്. സങ്കീർത്തനക്കാരൻ 27-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നില്ലേ, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഇന്ന് നാം ചിന്തിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ: ഏത് പ്രയാസങ്ങൾക്ക് നടുവിലും, ഏത് പ്രതിസന്ധികൾക്ക് നടുവിലും പ്രാർത്ഥനയോടെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓർത്തോണം, ഏത് പ്രയാസത്തിന്റെ നടുവിലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലും പ്രാർത്ഥനയോടെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങളെക്കുറിച്ചൊരു ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്, ദൈവത്തിന് പദ്ധതികളുണ്ട്. ഈ പദ്ധതികൾ കർത്താവ് നിറവേറ്റുക തന്നെ ചെയ്യും. ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും അത് തടുക്കുവാൻ കഴിയത്തില്ലെന്ന് ഈ രാത്രിയിൽ ഉറപ്പുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പൊ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അവർ പണി ചെയ്തുകൊണ്ടിരിക്കുക. കാഹളമൂതുന്ന ഒരു കൂട്ടരെ നെഹമ്യാവിന്റെ അടുക്കൽ നിർത്തിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ നിറവിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ ഏതൊരു വിഷമ സാഹചര്യത്തിലും എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗീയ സൈന്യം ഇന്ന് നമുക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് മറന്നു പോകരുത്. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉറപ്പും പ്രത്യാശയും ധൈര്യവും എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ കാഹളമൂതും. അതിനാണല്ലോ ആളുകളെ അവിടെ സജ്ജീകരിച്ച് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ കാഹളമൂതിയാൽ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ശത്രുവിനെ നേരിടാനാണ് നെഹമ്യാവ് ആ ഒരു പദ്ധതി തയ്യാറാക്കിയത്. ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം നമ്മുടെ കൂട്ടായ്മയാണ്. നമ്മുടെ കൂട്ടായ്മയാണ്. ദൈവ മക്കളുടെ ഒത്തുചേരലാണ് നമ്മുടെ ഐക്യത എന്ന് പറയുന്നത്. അത് സഭയിലാണെങ്കിലും തമ്മിൽ അകന്നിരിക്കാതെ ഐക്യമായി നിലനിൽക്കുവാൻ
ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുക, ചെറിയൊരു കൂട്ടമാണെങ്കിലും ഇന്ന് രാത്രിയിൽ ഒരുമയോടെ നിന്ന് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നിൽക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ ചിന്ത പങ്കുവെക്കുമ്പോൾ നമ്മളെ തന്നെ ചോദന ചെയ്യുന്ന ഒരു രാത്രിയായി മാറട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭകളിൽ, നമ്മുടെ കൂടപ്പിറപ്പുകളുടെ ഇടയിൽ ഐക്യമത്യമുണ്ടോ, ഐക്യതയുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. വെറും ഒരു വിശ്വാസിയായി ദൈവത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കാതെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്ന രാത്രിയായി മാറട്ടെ. ഇങ്ങനെ ഒരു ഐക്യത നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ വെളിയിലുള്ള ശത്രുക്കളുടെ നീക്കങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വളരെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയുവാൻ കഴിയും. യെരൂശലേമിന്റെ വെളിയിലുള്ള യഹൂദന്മാർ ശത്രുക്കളുടെ നീക്കങ്ങളെ കുറിച്ച് നെഹമ്യാവിനെ അറിയിച്ചുകൊണ്ടിരുന്നതിനാൽ ആവശ്യമായ പ്രതിരോധം തീർക്കാൻ എന്ത് ചെയ്തെന്നറിയാമോ? നെഹമ്യാവിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മതിലിന്റെ പണിക്കായി വെളിയിൽ നിന്ന്, ഗ്രാമങ്ങളിൽ നിന്ന് വന്നവരൊക്കെ മടങ്ങിപ്പോകാതെ രാത്രിയിൽ യെരൂശലേമിൽ തന്നെ താമസിക്കാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതായിട്ട് രാത്രിയിൽ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നൊക്കെ 4-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒരു കാര്യം ഓർക്കുക, ഈ ദിവസങ്ങളിൽ തകർന്നു കിടക്കുന്നത് പണിയപ്പെടുന്ന ദിവസമായി മാറട്ടെ. ഞാൻ വീണ്ടും ആ വാക്യം ഓർമ്മിപ്പിക്കുകയാണ്. തകർന്നു കിടക്കുന്നതൊക്കെ പണിയപ്പെടുന്ന ദിവസങ്ങളായി മാറട്ടെ. അതിന് ഏറ്റവും ആവശ്യം നമ്മുടെ ഐക്യതയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഐക്യതയാണ്, പ്രാർത്ഥന ആവശ്യമാണ്, നമ്മുടെ കൂട്ടായ്മ ആവശ്യമാണ്. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനത്തിന്റെ 4-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളിൽ പറയുന്നത് പോലെ, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിക്കുകയും ആത്മാവിന്റെ ഐക്യം സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. അങ്ങനെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഐക്യതയിലും, സങ്കീർത്തനക്കാരൻ 55-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. അങ്ങനെ പ്രാർത്ഥനയിലും 4 മാസം യെരൂശലേമിന് വേണ്ടി പ്രാർത്ഥിച്ചതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നെഹമ്യാവ് 4 മാസം കൊണ്ട് 11 പ്രാവശ്യം പ്രാർത്ഥിച്ചതായിട്ട് പറയുന്നുണ്ട് തിരുവെഴുത്തിൽ. അതെല്ലാം വ്യക്തമായി പറയുമ്പോൾ തന്നെ നെഹമ്യാവ് പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്തിയിരുന്നു എന്ന് നമുക്ക് അതിനകത്ത് തിരിച്ചറിയുവാൻ കഴിയും. വിശ്വസ്തനായ ഒരു പാനപാത്ര വാഹകനായ നെഹമ്യാവ് രാജാവിനോട് നിർണായകമായ പല സംഭാഷണ വേളകളിൽ പോലും ഒരു നിമിഷം ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നതായിട്ട് നമുക്ക് വചനത്തിൽ വായിക്കുവാൻ കഴിയും. ഫിലോമോന്റെ 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ, ക്രിസ്തുവിലുള്ള നിന്റെ എല്ലാ നന്മയിലും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മ ക്രിസ്തുവിൽ സഫലമാകേണ്ടതിന്. വീണ്ടും എബ്രായ ലേഖനം 13-ാം അധ്യായം 16-ാം വാക്യം പറയുകയാണ്, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അങ്ങനെ വിശുദ്ധന്മാരോടുള്ള കൂട്ടായ്മയിലും മുന്നേറുവാൻ ഈ രാത്രിയിൽ കർത്താവ് നമുക്കിട നൽകട്ടെ. അപ്പൊ പേർഷ്യൻ രാജാവിന്റെ പാനപാത്ര വാഹകൻ എന്ന ആ ഉന്നത പദവിയിലിരുന്ന നെഹമ്യാവ് അഗാധമായ ദൈവഭക്തിയും ആ ദൈവത്തോടുള്ള വിശ്വാസവും ഉണ്ടായിരുന്നുവെന്ന് നെഹമ്യാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ആ നെഹമ്യാവ് രാജാവിന്റെ അനുവാദത്തോടുകൂടി യെരൂശലേമിന്റെ മതിലുകളെ പുതുക്കിപ്പണിയുവാൻ ഇടയായെങ്കിൽ നമുക്കും ദൈവനാമത്തിന്റെ മഹത്വത്തിനായി, ദൈവരാജ്യത്തിന്റെ കെട്ടുമണിക്കായി നമ്മൾ കർത്താവിന് ഇണങ്ങിയ ഒരു ആയുധമായി മാറേണ്ടതിനായി, ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ ഉപയോഗിക്കേണ്ടതിനായി, നമ്മുടെ ആത്മീയ നിലവാരം എവിടെയെല്ലാം തകർച്ചകളും ഇടിവുകളും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് അതെല്ലാം തിരിച്ചറിഞ്ഞ് ക്രമപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് പണിയപ്പെടുവാൻ നമ്മെ തന്നെ ഈ രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ മാസത്തിന്റെ 13-ാം ദിവസത്തിൽ നമ്മൾ വന്നു നിൽക്കുമ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മൾ കേൾക്കുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ചുകൊണ്ട്, കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, എവിടെയെല്ലാം പുതുക്കിപ്പണി ആവശ്യമാണോ അവിടെയെല്ലാം പ്രാർത്ഥനയോടെ, പ്രവർത്തനങ്ങളോടെ അത് ചെയ്തെടുക്കുവാൻ എന്നെയും നിങ്ങളെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി സഹായിക്കട്ടെ.